കാഞ്ചന ദേവദാസ് എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട്, നാമം ജപിക്കുന്നുണ്ട് പക്ഷേ എണ്ണം പിടിക്കാൻ പറ്റുന്നില്ല, എന്താ ചെയ്യാന്ന്. എണ്ണം പിടിക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഉണ്ണികൃഷ്ണനെ അറിയാം നമ്മൾ എത്ര നാമം ജപിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എണ്ണം പിടിച്ച് ചൊല്ലിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് നമ്മൾ കൂട്ടായിട്ട് ഒരു സംഖ്യ കണക്കാക്കി അത്രയും നാമം ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഉദ്യമം വെച്ചതും അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കാൻ തയ്യാറായതൊക്കെ. അതെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമില്ല, നാമം ജപിക്കുന്നതിൻ്റെ എണ്ണം പിടിക്കണം എന്ന് തോന്നണില്ല എന്ന് പറഞ്ഞു വെച്ചിട്ട് ഒരു വിരോധവും ഇല്ല കേട്ടോ. നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായിട്ടുള്ള സൗമ്യ പണ്ട് പറഞ്ഞിരുന്നു കേട്ടോ, നാമം ജപിക്കുമ്പോൾ എണ്ണം പിടിക്കാതെയാണ് ജപിക്കാറുള്ളതെന്ന്. എന്നാൽ ഇതേ സൗമ്യ തന്നെ നമ്മളെ വൈശാഖ മാസത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണം പിടിച്ചു തുടങ്ങി. കുറച്ച് നാമമൊക്കെ എണ്ണം പിടിച്ചും ജപിക്കാൻ തുടങ്ങി. ഇപ്പോൾ സൗമ്യ പറയാറുണ്ട്, നാമം എണ്ണം പിടിച്ച് ജപിക്കുമ്പോൾ കോൺഫിഡൻസ് ഒരുപാട് കൂടുന്നുണ്ട്, സൗദ പറയണത് ശരിയാണ് എന്ന്. അപ്പോൾ അതുപോലെ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഇത്രയൊക്കെ ജപിക്കാൻ സാധിച്ചുല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവില്ലേ നമുക്ക്, ആ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എന്ന് കരുതി ഒരു നിർബന്ധവും ഇല്ല. കാഞ്ചന ചേച്ചിക്ക് പറ്റുവെച്ചാൽ അങ്ങനെ ജപിച്ചോളൂ, പറ്റിയില്ലേ എങ്ങനെ പറ്റുന്നുള്ളൂ വെച്ചാൽ അങ്ങനെ മതി കേട്ടോ.